ക്ഷേത്രവും പള്ളിയുമൊക്കെയായി ബന്ധപ്പെട്ട് ധാരാളം കോലാഹലങ്ങൾ നമ്മളുടെ രാജ്യത്ത് നിന്ന് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനമായും ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ അവിടെ ക്ഷേത്രവും പള്ളിയും തമ്മിൽ ഒരുമിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കില്ല. മുസ്ലിങ്ങളും ഹിന്ദുക്കളും വലിയ കലഹത്തിലാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പല മാധ്യമങ്ങളും ദിനംപ്രതി നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ അലിഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം കുടുംബം ഒരു ശിവക്ഷേത്രം നിർമ്മിച്ച് ആരാധന നടത്തുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ബാബു ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം വ്യക്തിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇദ്ദേഹം ബറൗലി റോഡിലെ മിർസാപൂർ ഗ്രാമവാസിയാണ് എന്നുള്ളതാണ് ഒരു കാര്യം. അവിടെയുള്ള ബാബു ഖാൻ 2013 ജൂലൈ 17 അനൂപ് ഷഹർ എന്ന് പറയുന്ന സ്ഥലത്തെ റോഡിലെ CDF പോലീസ് പോസ്റ്റിന് സമീപം ഈ ശിവക്ഷേത്രം നിർമ്മിച്ചത്. അദ്ദേഹം ഈ ശിവക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം അവിടെ വിശ്വാസികളുടെ ഒരു ഒഴുക്കായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വിശ്വാസികൾ അവിടെ എത്തി ആ പ്രദേശത്തെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രമായി ആ ക്ഷേത്രം പരിണമിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അദ്ദേഹം ആ ക്ഷേത്രത്തിലെ പ്രധാന പരികർമ്മിയുടെ വേഷം കൂടെ എടുത്തണിഞ്ഞു. ക്ഷേത്രത്തിലെ വിശ്വാസികൾ വരുമ്പോൾ അദ്ദേഹം പ്രധാന ആരാധനാലയങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രമെങ്കിലും രാവിലെയും വൈകുന്നേരവും അദ്ദേഹം പതിവ് തെറ്റിക്കാതെ ക്ഷേത്രത്തിൽ എത്തും. അദ്ദേഹം ക്ഷേത്രത്തിൽ നിസ്കരിക്കുകയും ചെയ്യും. ക്ഷേത്രത്തിൽ ശിവന് പൂജകൾ അർപ്പിക്കുകയും ചെയ്യും. അവിടെ നിന്ന് അദ്ദേഹം വീട്ടിൽ പോയി നിസ്കരിക്കും. പതിയെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ആ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. ആ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അടക്കം പൂജകളിൽ പങ്കെടുത്തു. പല കാര്യങ്ങളിൽ അവർ വ്യാപൃതരാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഹിന്ദു മുസ്ലിം സമുദായ അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ ക്ഷേത്രം നടത്താൻ തുടങ്ങി, പ്രാർത്ഥന നടത്താൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 2022 മെയ് 31 ബാബു ഖാൻ മരണമടഞ്ഞു. ഈ ബാബു ഖാൻ്റെ മരണശേഷം ആ ക്ഷേത്രം പിന്നെ ആര് നോക്കി നടത്തി എന്നുള്ളതാണ് കൗതുകം. ബാബു ഖാൻ്റെ മകനായിട്ടുള്ള മുഹമ്മദ് ഷോയിബ് ഖാൻ ആ ക്ഷേത്രം ഏറ്റെടുത്തു. താൻ ശിവൻ്റെ ഒരു കടുത്ത ഭക്തനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് തൻ്റെ പിതാവ് നോക്കി നടത്തിയുള്ള ഈ ക്ഷേത്രം താൻ ഏറ്റെടുത്ത് നോക്കി നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹവും ബാബു ഖാനെ പോലെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ രാവിലെയും വൈകുന്നേരവും നടന്നു വന്ന് ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിട്ട് പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മകൻ ഷോയിബ് ഖാൻ എന്താണ് പറയുന്നതെന്നല്ലേ തൻ്റെ പിതാവിനെക്കുറിച്ച്. പിതാവായ ബാബു ഖാൻ അള്ളാഹുവിലും ഭഗവാൻ പരമശിവനിലും വിശ്വസിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നത്. തൻ്റെ കുടുംബം മുഴുവനും ശിവവിശ്വാസികളാണ് എന്നും ഈ ഷോയിബ് ഖാൻ പറയുന്നു. പള്ളിയിലും വീട്ടിലും ഞങ്ങൾ നമസ്കരിക്കും എന്ന് പറയുന്നു. സമുദായങ്ങൾ തമ്മിൽ തർക്കവും സംഘർഷവും ഇവിടെ ഇല്ല. ഞങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ചാണ് കഴിഞ്ഞു പോകുന്നത് എന്നാണ് അദ്ദേഹം ഷോയിബ് ഖാൻ മാധ്യമങ്ങളോട് പറയുന്നത്. ഇനി ബാബു ഖാൻ്റെ ഭാര്യ, അതായത് ഈ ഷോയിബ് ഖാൻ്റെ മാതാവ് പറയുന്നത് ശിവനിൽ തനിക്ക് വലിയ വിശ്വാസമുണ്ട് എന്നാണ്. ശിവഭഗവാൻ തങ്ങളുടെ കുടുംബത്തെ പല കാര്യങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ശിവനിൽ വലിയ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഷാമ പർവീനാണ് ഈ കാര്യം പറഞ്ഞത്. പോരാത്തതിന് അവരൊരു കാര്യം കൂടെ പറഞ്ഞു. തങ്ങൾക്ക് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോകണം എന്ന അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം വലിയ തിരക്കാണ്. 45 കോടി ജനങ്ങളാണ് അവിടെ പ്രതീക്ഷിച്ചെങ്കിലും അതെല്ലാം കവിഞ്ഞുപോയി. അയോധ്യ അടക്കം ഇപ്പോൾ വലിയ രീതിയിൽ ഭക്തരെ നിയന്ത്രിക്കുന്നു. അങ്ങോട്ടേക്ക് 20 ദിവസത്തേക്ക് വരരുതെന്ന് പറയുന്നു. അലഹബാദ് കോടതി അടയ്ക്കുന്നു. അങ്ങനെയുള്ള വലിയ രീതിയിൽ തങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്ത വിഷമമാണ് ഇപ്പോൾ ഉള്ളത് എന്നും ബാബു ഖാൻ്റെ ഭാര്യയായിട്ടുള്ള ഷാമ പർവീൻ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.